അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 + 2√t + 3/√t. ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എത്രയാണ്? ഫൈൻഡ് L of 1 plus 2 into L of √t. √t നമുക്ക് എങ്ങനെ എഴുതാം? t⁻1/2 plus 3 into ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t⁻−1/2. നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നു. ആദ്യം L of 1 എഴുതി, രണ്ടാമത്തേക്ക് 2 into L of √t എന്ന് പറഞ്ഞാൽ t⁻1/2 ആണ്, 1/√t എന്ന് പറഞ്ഞാൽ t⁻−1/2 ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി. Then L of 1ന്റെ ആൻസർ നമുക്ക് അറിയാം. എന്താണത്? 1/s എന്നറിയാം. L of 1 is equal to 1/s. ഇനി 2 into L of t⁻1/2. ഇവിടെ നമുക്ക് L of t⁻1/2 വരുമ്പോ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല L of t⁻n is equal to gamma n+1/s⁻n+1. ഈ ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. gamma n+1/s⁻n+1. അപ്പൊ നമുക്ക് എന്ത് വരും? gamma 1/2 plus 1, that is 3/2/s⁻³ plus 3 into L of t⁻−1/2. അപ്പൊ എന്ത് വരും? gamma -1/2 plus 1 divided by s⁻−1/2 plus 1. ഇനി ഇത് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ എന്ത് വരും നോക്കാം. 1/s plus 2 into gamma 3/2 നമുക്ക് എങ്ങനെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞത്? 1/2 into √π. Gamma 3/2 can be written as 1/2 into √π, property of gamma function, divided by s⁻³ plus gamma -1/2 plus 1 എത്രയാണ്? gamma 1/2 ആണ്. gamma 1/2ന്റെ ആൻസർ എത്രയാണ്? √π ആണ്. അപ്പൊ നമുക്ക് 3 into √π divided by s⁻1/2. അപ്പൊ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 + 2√t + 3/√t ആൻസർ എത്ര കിട്ടി? 1/s പ്ലസ് ഈ 2ഉം ക്യാൻസൽ ചെയ്യാം. അപ്പൊ 1/s പ്ലസ് √π/s⁻³ പ്ലസ് 3√π/s⁻1/2.